In the previous video, we discussed about queue. Normally, a queue is a linear queue. A queue is a data structure that follows first in, first out principle. So, what is a circular queue? Circular queue is also a linear data structure in which the operations are performed based on first in, first out principle. But there is a difference between circular queue and a linear queue. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ക്യൂ എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ക്യൂ ആണ്. ലീനിയർ ക്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ടും ഉണ്ട് റിയറും ഉണ്ട്. സർക്കുലർ ക്യൂ ഈസ് ആൾസോ എ ക്യൂ ദാറ്റ് ഫോളോസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ വേ ഓഫ് എ സർക്കിൾ. ഈ ക്യൂ നമ്മൾ സർക്കിളായിട്ടാണ്, അതായത് ഇതിൻ്റെ ഫ്രണ്ടും റിയറും കണക്റ്റഡ് ആണ്, കണക്റ്റഡ് ലൈക്ക് എ സർക്കിൾ. സോ സർക്കുലർ ക്യൂ ഈസ് എ linear data structure which follows first in first out principle, and the last position is connected back to the first position to make a circle. അപ്പോൾ ഈ ക്യൂവിൻ്റെ ലാസ്റ്റും ഫസ്റ്റും കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഫോംസ് ലൈക്ക് എ സർക്കിൾ, ഒരു സർക്കിൾ പോലെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് കാണാം. സോ ദിസ് ഇസ് എ സർക്കുലർ ക്യൂ. സോ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എൻ അറേ. സോ ദർ ഇസ് ലിമിറ്റഡ് സൈസ്. സോ ഹിയർ ഇറ്റ് ഈസ് എ ക്യൂ of 8 size starting from the location 0, 1, 2, 3, 4, 5, 6 and 7. So this is the front of the queue. So the front എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5 ഇവിടെ 6 എലമെൻറ്റ്സേ ഉള്ളൂ. 2 ലൊക്കേഷൻസ് ആർ ഫ്രീ. നമുക്ക് 2 ഡാറ്റയും കൂടെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ ദ ഫ്രണ്ട് ഓഫ് ദ സർക്കിൾ ഈസ് 0 ആൻഡ് ദ റിയർ ഈസ് 5. പക്ഷേ ഇതിൽ സർക്കുലർ ക്യൂ എന്ന് പറയാൻ കാരണം ഇവിടെ റിയർ, അതായത് 7th പൊസിഷൻ 0 ഇവിടെ ഫസ്റ്റ് ലൊക്കേഷനുമായി ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് ഫോംസ് എ സർക്കിൾ. സോ ഇങ്ങനെ ഒരു സർക്കിൾ രൂപത്തിൽ ഫോം ചെയ്ത ക്യൂവിനെയാണ് നമ്മൾ സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ദാറ്റ് ഇസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ചെയ്ത ആളെയാണ് നമ്മൾ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ലൈക്ക് എ സർക്കിൾ, സർക്കിളായിട്ടാണ്, അതായത് റിയർ ഇസ് കണക്റ്റഡ് ബാക്ക് ടു ദ ഫ്രണ്ട് പൊസിഷൻ ആൻഡ് ഇറ്റ് ഫോംസ് ലൈക്ക് എ സർക്കിൾ. സോ ഡ്രോബാക്ക് ഓഫ് ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിന് ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. സോ കൺസിഡർ ദിസ് ക്യൂ. ഈ ക്യൂവിൽ 10 ലൊക്കേഷൻസ് ഉണ്ട്. സോ 10 ലൊക്കേഷൻസിൽ ശ്രദ്ധിക്കുക, ഇവിടെ 9 ഡാറ്റ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 6 ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ക്യൂവിൽ ബാക്കി 3 ഡാറ്റയാണ് ഉള്ളത് അല്ലേ. അതായത് 6th, ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 6 ആണ്, റിയർ എന്ന് പറയുമ്പോൾ പൊസിഷൻ 8 ആണ്. അപ്പോൾ ഇതിൽ 3 ഡാറ്റയെ ബാക്കിയുള്ളൂ, 3 എലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ നമുക്കിനി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൊക്കേഷൻ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 9th പൊസിഷൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിയർ ഈസ് ഇൻക്രിമെൻറ്റഡ്. ഇപ്പോൾ റിയർ എന്തായി, 9 ആയി. ഇനി നമുക്ക് ഈ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇവിടെ മാക്സിമം സൈസ് 10 ആണ്. 0 to 9 വരെ മാക്സിമം സൈസ്. ഇനി സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനില്ല, അറേക്കില്ല. ബട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ഫ്രണ്ട് എല്ലാ പൊസിഷനും കാലിയാണ്. പക്ഷേ ഈ ലൊക്കേഷൻസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. റിയർ അതിൻ്റെ മാക്സിമം ലൊക്കേഷൻ സൈസ് വരെ മാത്രമേ അതിലേക്ക് ഡാറ്റ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈവൻ ദോ ദ മോസ്റ്റ് ഓഫ് ദ ലൊക്കേഷൻസ് ആർ ഫ്രീ ഇൻ ദ ഫ്രണ്ട്, ബട്ട് വി കാൺട്ട് ഇൻസേർട്ട് ദ ഡാറ്റ ദർ. അതാണ് ലീനിയർ ക്യൂവിൻ്റെ വലിയൊരു ഡ്രോബാക്ക്. സോ അറ്റ് പ്രസൻറ്റ് ദർ ആർ ഓൺലി 3 elements in the queue. So even though the first 6 locations are free, we can insert only 1 element according to the insertion algorithm. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർഷൻ അൽഗോരിതം പഠിച്ചിട്ടുണ്ട്. ഇൻസേർഷൻ അൽഗോരിതം പ്രകാരം നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷന് ഫ്രീ ഉള്ളൂ, ഇവിടെ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ക്യൂ ഓവർഫ്ലോ ആയി മാറും അല്ലേ. കാരണം ബിക്കോസ് ക്യൂ ഈസ് ഫുൾ, ക്യൂവിൻ്റെ മാക്സിമം സൈസായി, ഇനി ക്യൂ ഓവർഫ്ലോ ആയി മാറും. പക്ഷേ ക്യൂ ഓവർഫ്ലോ എന്ന് പറയുമെങ്കിൽ കൂടെ ഈ ക്യൂവിൽ ഒരുപാട് സ്പേസ് നമുക്ക് കാണാം. കാരണം അതിൽ ഫ്രണ്ടിലത്തെ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് ഇവിടെ 6 ലൊക്കേഷനിലാണ്. പക്ഷേ ഈ ലൊക്കേഷനിലേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ലീനിയർ ക്യൂവിൻ്റെ ഡ്രോബാക്ക്. So in a linear queue, once the queue becomes full, we cannot insert the next element even if there is space in front of the queue. ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാനാണ് നമ്മൾ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്.
So using circular queue, we can use the space to store new value. അവിടെയാണ് നമ്മുടെ സർക്കുലർ ക്യൂവിൻ്റെ വിജയം. ഇപ്പോൾ ഈ കറസ്പോണ്ടിങ് ക്യൂ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്യൂ ഫുള്ളായി ഇതിൻ്റെ ഫ്രണ്ടിലെ ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്താലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് സർക്കുലർ ക്യൂവിനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ലീനിയർ ക്യൂവിൻ്റെ ഈ വലിയൊരു ഡ്രോബാക്ക് ഒഴിവാക്കാനാണ് നമ്മൾ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. So but using circular queue, we can use the space to store new values. So circular queue is a queue in which the two endpoints meet. Linear queue inde രണ്ട് endpointകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തായി മാറി, circular queue ആയി. So consider this circular queue. ഈ circular queuവിൽ ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് ലൊക്കേഷൻ 2-ലാണ്, റിയർ എന്ന് പറയുന്ന സമയത്ത് 7-ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ലീനിയർ ക്യൂവിൻ്റെ കൺസെപ്റ്റ് വെച്ച് ഈ ക്യൂ എന്താണ്, ഫുള്ളാണ് അല്ലേ, കാരണം 7th ലൊക്കേഷൻ റിയർ 0 മുതൽ 7 വരെയാണ് ഇതിൻ്റെ സൈസ് ഉള്ളത്. അപ്പോൾ റിയർ ഇവിടെ 7-ആണ്. സോ ഇൻ ദ കേസ് ഓഫ് ലീനിയർ ക്യൂ ഇവിടെ നമ്മൾ എന്താണ്, റിയർ ക്യൂ ഫുള്ളാണ്. ബട്ട് യൂസിങ് സർക്കുലർ ക്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇവിടെ ഫ്രണ്ടിൽ 2 സ്പേസ് ഫ്രീ ആണ്. സോ വി ക്യാൻ യൂസ് ദിസ് സ്പേസ്, നമുക്ക് ഇവിടേക്കും ഇൻസേർട്ട് ചെയ്യാം എന്നതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് ഇവിടെ 2 ആണ്, റിയൽ 7-ആണ്. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ കണ്ടോ, 0th ലൊക്കേഷൻ നമുക്ക് 18, കാരണം ഇവിടെ 2 സ്പേസ് നേരത്തെ ഫ്രീ ആയിരുന്നു, കാരണം ഈ 2 സ്പേസ് ഇവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നോക്കൂ, ഫ്രണ്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 2 ആണ്, പക്ഷേ റിയർ എന്തായി മാറി, 0 ആയി മാറി. അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് ഇല്ല, മാക്സിമം സൈസ് എന്ന് പറഞ്ഞില്ല. ഈ ഒരു എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ ആ സ്പേസ് ആവുന്ന വരെ നമുക്ക് ഈ ഫ്രണ്ടും റിയറും ഇങ്ങനെ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാം. ദർ ഇസ് നോ മാക്സിമം അപ്പർ ലിമിറ്റ് ഫോർ റിയർ. അതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എഗെയിൻ നമുക്കിനി ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു പുതിയ വാല്യൂ ഇനി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫ്രണ്ട് എന്തായി, 2 ആയി, റിയർ എന്തായി, 1 ആയി. ദിസ് പ്രോസസ്സ് നമുക്ക് ഈ പ്രോസസ്സ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ക്യൂ? It takes up less memory than the linear queue. കാരണം ലീനിയർ ക്യൂവിൻ്റെ കേസിൽ വെറുതെ മെമ്മറി വേസ്റ്റ് ആവുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയാലും ആ സ്പേസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഈ ഒരു വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. സോ വി ക്യാൻ യൂസ് ദിസ് മാക്സിമം സ്പേസ്. അതാണ് അതിൻ്റെ സർക്കുലർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. Second point, a new item can be inserted in the location from where a previous item is deleted. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും എവിടുന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്താലും അവിടേക്കൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ സർക്കുലർ ക്യൂ ഈസ് എ ക്യൂ where the two endpoints meet and it forms like a circle.